2 ദിനവൃത്താന്തം 21 അധ്യായം. യഹോറാം. യഹോഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു. അവരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ യഹോറാം രാജ്യഭാരം ഏറ്റു. യൂദാ രാജാവായിരുന്ന യഹോഷാഫാത്തിന്റെ പുത്രന്മാരായ അവൻ്റെ സഹോദരന്മാർ അസറിയ, യഹിയേൽ, സഗറിയ, അസറിയ, മിഖായേൽ, ഷെഫാത്തിയ. അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി. കൂടാതെ യൂദായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു. ആദ്യജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത്. യഹോറാം പിതാവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണം ഏറ്റെടുത്തു. തൻ്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി. രാജാവാകുമ്പോൾ യഹോറാമിന് 32 വയസ്സായിരുന്നു. അവൻ 8 വർഷം ജെറൂസലേമിൽ വാണു. ആഹാബിൻ്റെ മകളായിരുന്നു യഹോറാമിൻ്റെ ഭാര്യ. ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടിയോർത്ത് അവൻ്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സു വന്നില്ല. ദാവീദിൻ്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യഹോറാമിൻ്റെ കാലത്ത് ഏദോമ്യർ യൂദാ മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോടുകൂടെ അവർക്കെതിരെ ചെന്നു. തങ്ങളെ വളഞ്ഞ ഏദോമ്യരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു. ഏദോമ്യർ ഇന്നും യൂദായുടെ ആധിപത്യത്തെ എതിർത്തു കഴിയുന്നു. അക്കാലത്ത് ലിബ്നായും അവൻ്റെ ഭരണത്തെ എതിർത്തു. അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണിങ്ങനെ സംഭവിച്ചത്. അവൻ യൂദാ മലമ്പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ ജെറൂസലേം നിവാസികളെ അവിശ്വസ്തതയിലേക്ക് നയിച്ചു. യൂദായെ വഴിതെറ്റിച്ചു. ഏലിയ പ്രവാചകൻ്റെ ഒരു കത്ത് അവനു ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ പിതാവായ യഹോഷാഫാത്തിൻ്റെയോ യൂദാ രാജാവായ ആസായുടെയോ മാതൃക പിൻചെന്നില്ല. മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂദായെയും ജെറൂസലേം നിവാസികളെയും അവിശ്വസ്തതയിലേക്ക് നയിച്ചു. പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു. ഇതാ കർത്താവ് നിന്റെ ജനത്തിൻ്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും. നിനക്ക് കുടലിൽ ഒരു കഠിനരോഗം ഉണ്ടാകും. അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തു വരും. എത്യോപ്യരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്ത്യരിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുത ഉളവാക്കി. അവർ യൂദായെ ആക്രമിച്ചു. രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി. രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി. ഇളയപുത്രനായ യഹോവാഹാസല്ലാതെ ആരും അവശേഷിച്ചില്ല. ഇതിനുശേഷം കർത്താവ് അവൻ്റെ കുടലിൽ ഒരു തീരാവ്യാധി വരുത്തി. 2 വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തു വന്നു. കഠിനവേദനയിൽ അവൻ മരിച്ചു. അവൻ്റെ പിതാക്കന്മാർക്കു വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല. ഭരണമേൽക്കുമ്പോൾ അവന് 32 വയസ്സായിരുന്നു. 8 വർഷം ജെറൂസലേമിൽ വാണു. അവൻ്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല. അവനെ ദാവീദിൻ്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല. കർത്താവിൻ്റെ വചനം.